ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കളെ, നീ എവിടെ ആയിരുന്നടാ? നിന്നെ എവിടേക്ക് അന്വേഷിച്ച്? എനിക്കറിയായിരുന്നോടാ നിനക്ക് ഈ നാട്ടിൽ നിന്ന് ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ലെന്ന്. അതെ, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. എന്തുടാ നിങ്ങളെന്നോ? ആള് തെറ്റിയെന്നോ? എനിക്കാ? എടാ, ഞാൻ നിന്റെ അച്ഛനാടാ, രാഘവൻ നായർ. നീ എന്റെ മോൻ വിഷ്ണു. ചുമ്മാ നാടൻ കളിക്കാതെ മുടോ. അല്ല, ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണു അല്ല. എനിക്ക് നിങ്ങളെ അറിയുകയില്ല. കളി നിർത്തിക്കോട്ടോ. എടാ, അമ്മ അവിടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചേ നീ ഇങ്ങനെ വീട് നാട് വിട്ട് നടക്കേണ്ട കാര്യമല്ല ഉണ്ടോടാ വിഷ്ണു? എടാ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണ്ടല്ലോടാ. അതെ, നീനൊന്നും പറയണ്ട. അല്ലെ വീട്ടിലോട്ട് വന്നാ മതി. വാ, വിട്. ചേടാ, ഇതിപ്പോ പറഞ്ഞു തന്നെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. വീട്ടിൽ പാ. അയ്യോ, ഞാൻ നിങ്ങളുടെ മകനല്ല. വിട്. ഞാൻ ഒറ്റ അടി വെച്ചിരും കേട്ടോ. നീ ഇങ്ങോട്ട് പോടാ. എന്നെ വിട്ടിട്ട് അങ്ങനെ പാനെ ഇനി നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്നോട് വന്നാ മതി. വാ വാ. ഒരാളുമില്ലല്ലോ ഒന്ന് സഹായിക്കാൻ. ഇതിപ്പോ എന്താ ചെയ്യാ? അയ്യോ ചേട്ടാ. എടാ, എന്റെ കാര്യം പോട്ടെ. എടാ, നിന്റെ ഭാര്യ, നിന്റെ പിള്ളേര്, എടാ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിന്റെ അമ്മ. എടാ, ഇവരെല്ലാം മറന്നോണ്ടാ നീ നടക്കുന്നതേ. ദേ, ഒരു കുടുംബത്തെ മുഴുവൻ മറന്നോണ്ടാ. അയ്യോ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. രാഘവ സാറേ. അച്ഛാ, അച്ഛന്റെ മകൻ വിഷ്ണു അല്ല ഞാൻ. എന്റെ പേര് ശിവനെന്നാ. അച്ഛന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? അച്ഛൻ ഒറ്റയ്ക്കാണോ നടക്കുന്നേ? എന്തായാലും എനിക്ക് അച്ഛന്റെ കൂടെ ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു പ്രശ്നത്തിലാ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അച്ഛന്റെ മകനല്ല. അച്ഛനത് മനസ്സിലാക്ക്. എവിടാ കൊണ്ടുവിടേണ്ടെന്ന് വെച്ചാ പറ, ഞാൻ കൊണ്ടാക്കാം. എന്നെ കൊണ്ടുവിടാനാ? എവിടെ കൊണ്ടുവിടാൻ? എടാ, നമുക്ക് രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിലോട്ട് വാ. വാ വാ. ഇങ്ങോട്ടും വീട്. എടാ, നിന്നോട് വരാനാ പറഞ്ഞ. ഒന്ന് വീട്. ഇങ്ങോട്ട് വേടാ. അയ്യോ, മച്ചമ്പി ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എവിടേക്ക് തിരക്കിന്നറിയോ? വീട്. ഇവേത്? ഞാനാ. ഞാൻ കുട്ടിയാ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും മച്ചമ്പി. നമുക്ക് പോവാം. വാ, വണ്ടി ഇട്. നീ അങ്ങോട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യും. മക്കളെ, വീട്. വണ്ടി ഇടറാ. വണ്ടി എടുത്ത്. അയ്യോ അച്ഛാ, എനിക്ക് വാ. അച്ഛാ, അച്ഛാ, പതിയെ പിടിക്കുന്നു. എഴുന്നേക്കച്ചാ. പതിയെ എഴുന്നേക്ക്. എടാ മക്കളെ, എടാ അച്ഛനെ വിട്ടിട്ട് പോലെടാ. അച്ഛനൊറ്റയ്ക്കായി പോണ. മക്കളെ. രാഘവ സാറേ. വിട്ടിട്ട് പോലടാ. സാറേ, എന്താ പറ്റി? സാറിന് ഞാൻ എവിടൊക്കെ തെരഞ്ഞു. ഇതുപോലെ ഒരാളെ ഒറ്റയ്ക്കാണോ ഏട്ടാ വിടുന്നേ? എന്നെ വിടുന്നില്ലായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നതാ. വിഷ്ണു കുഞ്ഞിനെ കാണാതായതിനു ശേഷമാണ് രാഘവ സാറിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ല, ആരായി വിഷ്ണു? വിഷ്ണു ഇപ്പൊ എവിടെയാ? അതൊരു കഥയാ.